ഫ്രഷ് ആണോ മോളെ? പെണ്ണുങ്ങൾ തുണിയനക്കാനേ കൊള്ളുള്ളൂ അല്ലേ? ഏയ് പറഞ്ഞില്ല വേണ്ട ഡയലോഗ് അടിക്കാനേ വായുണ്ടാവത്തില്ല. ബോക്സിംഗ് എവിടെ പഠിച്ചു? എന്തെവിടെ പഠിച്ചെന്ന്? ബോക്സിംഗ് ആരുടെ അടുത്താ പഠിച്ചതെന്ന്? എഴുതിപ്പോ രാവിലെ ലൈൻ അടിക്കാൻ വന്നിരുന്നു. ബോക്സിംഗ് എവിടെ പഠിച്ചതെന്ന്? തനിക്ക് എത്ര വയസ്സായി? 80 90? പറഞ്ഞു തന്നെ പിന്നെ പിന്നെ പറഞ്ഞു. ഇതൊരു പൂതനയാ, ചീഞ്ഞ മീനാ, ഇതാ നല്ല ഫ്രഷ് മീന്. ഐശ്വര്യനായി വിളിക്കുന്നായിട്ടില്ലേ? പോ, തന്റെ മുതക്കാണ് പറ്റിയേറ്റ. പോ പോ പോ. അക്ക, ചേച്ചി, ആന്റി, അമ്മച്ചി, ചേച്ചി, മീൻ ചേച്ചി. ചത്ത മീൻ പിന്നെ ചാവാൻ തോന്നല്ലോ. എറണം കേട്ടോ മോന്തം വെച്ചോണ്ട് ഏച്ചി പോടാ, വെറുതെ മെനക്കെടുത്താനായിട്ട്. ഇപ്പൊ പറ, ബോക്സിംഗ് എവിടെ പഠിച്ചോ? അത് പറയാം, പക്ഷെ അനുവും ഒരു കണ്ടീഷൻ. എന്താ? ഈ 100 രൂപ എടുത്ത് നിന്റെ കുഞ്ഞു തിരികെ. ചേച്ചി 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 നോക്ക്, നാളെ ജിമ്മിൽ വന്നേക്കണം. രാവിലെ 2 മണിക്കൂർ, വൈകിട്ട് 2 മണിക്കൂർ. ഞാൻ നിനക്ക് ബോക്സിംഗ് പഠിപ്പിച്ചു. ഡെയിലി 500 രൂപ. കേട്ടല്ലോ? വന്നേക്ക്. ഏയ്, സോപ്പ് തേച്ച് കുളിച്ചിട്ട് വാ, ആറിട്ട് വയ്യ. ആ കിറുക്കൻ കോച്ചറ് 500 രൂപ വെച്ച് തരാം, ദിവസം വരാൻ പറഞ്ഞടി. വായി നോക്കി അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ട്രെയിനിങ്ങിനാടി വിളിച്ചത്. ട്രെയിനിങ്ങിനാ? ഇതാ നോക്ക്, അവനൊരു പെണ്ണ് പിടിയനാണെന്ന് പാണ്ടി ഞങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നു. നീ ചെല്ലാന്ന് സമ്മതിച്ചാ? അയ്യേ, അവന്റെ മോന്തേം പത്രം വലിയ മോനാന്ന് അവന്റെ വിചാരം. ദിവസം 500 രൂപ തരുവടി, 500 രൂപ. അമ്മ പാവം ആ പഴയ കീറിയ സാരി എടുത്തോണ്ട് നടക്കുന്നത്. അതിനൊരു പുതിയ സാരി വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ നിനക്ക് അതൊരെണ്ണം വാങ്ങിക്കാം. കോഴിയിറച്ചി തിന്നിട്ട് ഒരുപാട് കാശ് വേണം. കുത്തച്ചടിഞ്ഞാൽ അപ്പൻ എന്തെങ്കിലും മര്യാദ തരുന്നുണ്ടോ നോക്ക്. എന്തൊരു പാവാ നോക്ക്, കാരണം അവൾക്ക് എന്റെ ചായ. ഇവിടെ നോക്ക്, നിന്റെ മോന്തയാ കൂട്ടിത്തേ വാങ്ങ്. ചുമ്മാ ജലജോടും സാമിക്കണ്ണാ പറയുന്ന കേക്ക്. മര്യാദക്ക് കാശ് തരുന്നുണ്ടാ? ഇതോട് പറഞ്ഞ സാമിക്കണ്ട, ബോക്സിംഗ് ബോർഡ് അച്ഛ കുത്തുവെച്ചെന്നുണ്ടല്ലോ, അതിന്റെ മോണ വീണ വായിക്കും. സാമുവേൽ പറ പറ, സാമുവേൽ.